റീൽസ് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. ശരിയാ. ഫേസ്ബുക്ക് മുതലാണ് നമുക്ക് 5 പൈസ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ ടാസ്ക് ഓരോ ദിവസം കഴിഞ്ഞ ദിവസം 5 സ്റ്റാർ മേടിച്ചാൽ മതി. ഇപ്പൊ 100 സ്റ്റാർ മേടിക്കും. ആര് തരാം നമുക്ക് സ്റ്റാർ? എല്ലാരും സ്റ്റാറാ. നമുക്ക് ഇതൊന്നും ആരും തരാൻ പോകുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാൽ അതേ പറ്റും. ബിസിനസ് ചെയ്താൽ നമുക്ക് നല്ലൊരു ഐഡിയ. നമുക്ക് കയറ്റുമതി ചെയ്യാം. കൊഞ്ച് കയറ്റുമതി ചെയ്യാം. അതിന് സ്വന്തമായിട്ട് കപ്പലൊക്കെ വേണ്ടായോ? എന്തിനാണ് ഈ കപ്പല്? ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത് സ്വന്തമായിട്ട് പോസ്റ്റ് ഓഫീസ് ഉള്ളതുകൊണ്ടാണ്. അതല്ല അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് ഇതിന് കപ്പലിലുള്ള കൊണ്ട് എത്തിച്ചാൽ മതി. അവര് കൊണ്ടുപോയിക്കോളൂ. പിന്നല്ലാതെ. അങ്ങനെയാണെങ്കിലേ 1 കിലോ കൊഞ്ച് ഞാൻ മേടിച്ചു. നീ മേടിക്കും? ഞാൻ മേടിക്കും. 1 കിലോ കൊഞ്ച് എടി എങ്ങനെയായാലും തത്തിപ്പൊത്തി 1/2 കിലോ കൊഞ്ച് ഞാൻ വാങ്ങിക്കും. 1.5 കിലോ കൊഞ്ചായി. 1.5 കിലോ കൊഞ്ച് നമുക്ക് കയറ്റുമതി ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. വൃത്തിയാക്കണ്ടായോ? വൃത്തിയാക്കണം. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ക്വാളിറ്റി എന്തായാലും അടിപൊളിയായിരിക്കും. നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്കിത് കഴിക്കുന്നത്. എന്താ പറയാ? പക്ഷെ വേറെ കാര്യമുണ്ട്. ഇതെന്താ എത്ര വരും? 1.5 കിലോ കൊഞ്ച് പൊളിച്ച് പറക്കി എടുത്തു കഴിഞ്ഞാല് ഒരു 600-650 ഗ്രാമേ കാണത്തുള്ളൂ. കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം അത്രയും പോട്ടെ. അടുത്ത സമയം കൂടുതൽ അങ്ങനെ കൂടി നമ്മള് മുതലാളിയായി മാറും. എന്താ പറയുന്നത്? നമ്മള് കൊഞ്ചു മുതലാളിയായി മാറും. നമുക്ക് ഈ റീൽസ് ഒന്നും വേണ്ട. റീൽസ് ഒന്നും വേണ്ട. നമ്മള് പിന്നെ ഇതിന്റെ എന്താ പറയുന്നത്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ പിന്നെ നമ്മളെ കൊഞ്ചിന്റെ പരസ്യം കൊടുക്കും. അല്ല പിന്നെ നമ്മളോടാ കളി. ഫേസ്ബുക്ക് മുതലാളി നമുക്ക് കാണിക്കും. പാടം പറ്റും.